സമൂഹത്തിന് കൈത്താങ്ങാവുമ്പോഴാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥവും സാഫല്യവും കൈവരുന്നത്. കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തി വരുന്നു എന്നതേറെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽ രംഗങ്ങളിൽ ഒട്ടേറെ സഹോദരങ്ങൾക്ക് തുണയാകാൻ ഇതിനോടകം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ നമ്മുടെ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും ഒരുക്കാൻ വിശ്വശാന്തി ഫൗണ്ടേഷൻ സാധിച്ചു. ആദിവാസി വീടുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ട സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞതും വിശ്വശാന്തിയുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണുന്നതിൻ്റെ ഉദാഹരണമാണ്. കേരളത്തെ ദുരന്തത്തിലാക്കിയ പാരിസ്ഥിതിക വെല്ലുവിളിയായിരുന്നു പ്രളയകാലത്ത് നമ്മളാൽ ആവുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതും അഭിമാനപൂർവ്വം ഓർക്കുന്നു. പ്രളയസമയത്ത് എത്തിപ്പെടാൻ പോലും പ്രയാസമുണ്ടായിരുന്ന വയനാട്ടിലും പത്തനംതിട്ടയിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സേവനം ചെയ്യാൻ വിശ്വശാന്തി വോളണ്ടിയേഴ്സ് മുന്നോട്ടിറങ്ങി 4 കോടിയോളം വില വരുന്ന അത്യാവശ്യ സാധനങ്ങളുടെ കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്തു. ചാലക്കുടിയിലെ പ്രളയ മേഖലയിൽ വീട്ടാവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്തു. കോവിഡ് മഹാമാരിക്കാലത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായഹസ്തവുമായി വിശ്വശാന്തി അഹോരാത്രം പ്രവർത്തിക്കുകയുണ്ടായി. 22ഓളം ഹോസ്പിറ്റലുകൾക്ക് ഓക്സിജൻ പൈപ്പ് ലൈൻ നൽകാനും വെന്റിലേറ്റർ മുതലായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നൽകാനും സാധിച്ചു. ഏകദേശം 3 കോടി രൂപയുടെ സഹായം നൽകാനും നമുക്ക് കഴിഞ്ഞു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡുകൾക്കായി ഒരു റോബോട്ടിനെ സംഭാവന ചെയ്തു. കേരളത്തിന് പുറമെ കോയമ്പത്തൂർ, ചെന്നൈ, ധാരാവി തുടങ്ങിയ സ്ഥലങ്ങളിലും കോവിഡ് പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളായി. ശുദ്ധജലക്ഷാമം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ എടത്വ 1-ാം വാർഡിലെ പ്രിയപ്പെട്ടവർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓട്ടോമേറ്റഡ് കുടിവെള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ വിശ്വശാന്തിക്ക് സാധിച്ചു. ഇതുവഴി 1000-ലേറെ ജനങ്ങൾക്ക് BIS നിലവാരത്തിലുള്ള ശുദ്ധമായ കുടിവെള്ളം നൽകാൻ കഴിഞ്ഞു. ടെക്നോളജിയുടെ സാധ്യതകൾ സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്ലാന്റാണ് ഇത്. അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, ലക്ഷദ്വീപ് തുടങ്ങിയ കേരളത്തിന് പുറത്തുള്ള നാടുകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നു. ഇതിന് സഹായമായി പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ ആത്മീയ ഗുരു ശ്രീമാതാ അമൃതാനന്ദ ദേവിയുടെ പാദങ്ങളിൽ ഞങ്ങൾ പ്രണമിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് ഭാരതത്തിലെ ഗ്രാമീണ വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്താൻ ഇന്ത്യൻ ആർമിയോടൊപ്പം ചേർന്ന് രാജസ്ഥാനിൽ പാകിസ്ഥാൻ അതിർത്തിയിലെ ഗ്രാമീണ സ്കൂളുകളിൽ 100 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യാൻ വിശ്വശാന്തിക്ക് സാധിച്ചു. വിശ്വശാന്തി ഫൗണ്ടേഷൻ ടാറ്റ എലക്സിയുമായി ചേർന്ന് നടപ്പാക്കുന്ന വിശ്വശാന്തി ടാറ്റ എലക്സി ശിക്ഷ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ 2021, 22, 23, 24 വർഷങ്ങളിൽ അർഹരായ 400-ലധികം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ വിദ്യാഭ്യാസ സഹായങ്ങളും നൽകാൻ നമുക്ക് സാധിച്ചു. ഇവരിൽ 200-ലധികം കുട്ടികളും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടി എന്നത് നമുക്ക് അഭിമാനവും അതിലേറെ സന്തോഷവും തരുന്ന കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ മിടുക്കിയാണ് ഇടുക്കി. പ്രകൃതി അനുഗ്രഹിച്ചൊരുക്കിയ സുന്ദരമായ സ്ഥലം. ഇടുക്കിക്ക് ഒട്ടേറെ എളിയ സംഭാവനകൾ നൽകാൻ വിശ്വശാന്തി ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ഡിസംബറിൽ സംഘടിപ്പിച്ച NGO കോൺക്ലേവിൽ പങ്കെടുക്കുകയും അതിലെ ധാരണ പ്രകാരം കുറേയധികം പ്രോജക്റ്റുകൾ EYGDSുമായി ചേർന്ന് നടപ്പിലാക്കാനും ഫൗണ്ടേഷന് സാധിച്ചു. അഞ്ചുള്ളിയിൽ ഒരു ലൈബ്രറി ഒരുക്കുകയും മഹാത്മാഗാന്ധി സ്കൂളിൽ ഇൻസിനേറ്റർ സ്ഥാപിക്കുകയും ആദിവാസി സഹോദരങ്ങൾക്ക് സോളാർ വിളക്കുകൾ, കയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ നൽകുകയും ചെയ്തു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഡിജിറ്റൽ ബോധവൽക്കരണം, ഊർജ്ജ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒട്ടേറെ സെഷനുകൾ നടത്തി. കൂടാതെ അടിമാലിയിൽ വില്ലേജ് നോളജ് സെൻറ്റർ സ്ഥാപിക്കാനും അതുവഴി ഊരുകളിലെ അർഹരായ 500-ലധികം സഹോദരങ്ങൾക്ക് പല രീതിയിലുള്ള വിദ്യാഭ്യാസ സഹായങ്ങളും മാർഗദർശനവും നൽകാനും നമുക്ക് കഴിഞ്ഞു. ഇതെല്ലാം സുമനസ്സുകളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് സാധിച്ചെന്ന് പ്രത്യേകം ഓർമ്മിക്കട്ടെ. ഇന്നിവിടെ ഇടുക്കി ഒരു മിടുക്കി എന്ന കർമ്മ പരിപാടിയുടെ തിരിതെളിയുകയാണ്. വിശ്വശാന്തിയും EYGDSും സംയുക്തമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുടെ ഭാഗമായി പ്രായമായവർക്കുള്ള ഡയപ്പർ വിതരണവും ട്രൈബൽ മേഖലയായ അഞ്ചുരുളിയിൽ നമ്മളൊരുക്കിയ ലൈബ്രറിയുടെ താക്കോൽദാനവുമാണ് നടക്കാൻ പോകുന്നത്. സ്നേഹവും സമാധാനവും കാരുണ്യവും നിറഞ്ഞ ഒരു സുന്ദര ലോകം കെട്ടിപ്പടുക്കാൻ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാം.
നമ്മെക്കൊണ്ടാവുന്നത് അതിനുവേണ്ടി ചെയ്യാൻ ശ്രമിക്കാം. വിശ്വശാന്തിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഇനിയും ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും